ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ 6th ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. ഏതായിരുന്നു 6th ചാപ്റ്റർ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ തുടർച്ചയാണെന്ന് പറയുന്നത്? 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മളൊരു ഡിവൈസിനെ കുറിച്ച് പഠിച്ചിരുന്നു, AC ജനറേറ്റർ. അതിൽ നമുക്ക് ഫീൽഡ് മാഗ്നറ്റുകളുണ്ടായിരുന്നു, ഒരു ആർമേച്ചർ കോയിൽ ഉണ്ടായിരുന്നു, സ്ലിപ്പ് റിങ്ങുകളുണ്ടായിരുന്നു, ബ്രഷുകളുണ്ടായിരുന്നു, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ഒരു ഗാലനോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ ആർമേച്ചർ, ആ റെക്റ്റാങ്കുലർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുകയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ വഴി ആ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഉണ്ടാകുന്നു. ആ കറണ്ട് സമയത്തിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന ഒന്നായിരുന്നു. കറണ്ടിൻ്റെ AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂവസ് ആയിട്ട് മാറുന്നു, അതിൻ്റെ ഡയറക്ഷൻ പീരിയോഡിക്കായിട്ട് മാറുന്നു. ഇൻഡ്യൂസ്ഡ് EMFൻ്റെയും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയും ഇക്വേഷന് നമ്മൾ കണ്ടതാണ്. E = E0 sin ωt എന്നുള്ളതായിരുന്നു ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. I = I0 sin ωt എന്നുള്ളതായിരുന്നു അവിടെയുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയും ഇക്വേഷൻ. E = E0 sin ωt. അതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത്, നിശ്ചിത സമയത്തുള്ള EMF ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഇൻസ്റ്റൻറ്റേനിയസ് EMF എന്ന് വിളിക്കാം. E = E0 sin ωt Eയെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് EMF എന്ന് വിളിക്കാം. E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ആണ്, അതായത് BAN ഒമേഗ, മാക്സിമം വാല്യൂ ഓഫ് EMF. സൈൻ ഒമേഗാട്ടിയിലെ ഒമേഗാട്ടിയെ നമുക്ക് വേണമെങ്കിൽ തീറ്റ എന്ന് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി അതല്ല, ഒമേഗ ആൻഡ് ടി തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ സ്പീഡാണ്, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയാണ്. അവിടെയുള്ള ആർമേച്ചർ കോയിൽ തിരിയുന്ന ആംഗുലർ വെലോസിറ്റി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം. I = I0 sin ωt നമ്മൾ പരിശോധിക്കുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? I എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്, ഒരു നിശ്ചിത സമയത്ത് ഉള്ള കറണ്ട്. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കറണ്ട്, E0 / R, അതാണ് മാക്സിമം കറണ്ട് I0. സൈൻ ഒമേഗാട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്. നോക്കൂ, EMF അതേപോലെ തന്നെ കറണ്ട്, ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ട് രണ്ടും സൈനിൻ്റെ ഫങ്ഷൻസ് ആണ്. സൈൻ വേവ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും അവിടെയുള്ള EMFും അതുപോലെ കറൻറ്റും സമയത്തിനനുസരിച്ച് മാറുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറൻറ്റും സമയത്തിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ ആ EMFനെ ഓൾട്ടർനേറ്റിംഗ് EMF എന്നും അതിന് ഫലമായി ഉണ്ടായ കറണ്ടിനെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും എന്നും വിളിക്കാം. അവിടെ ആ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുകയാണ്. എവിടെയാണ്? ചാപ്റ്റർ 7-ൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് ചാപ്റ്റർ 6-ൽ നമ്മൾ പഠിച്ച AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റർ 7-ൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചാപ്റ്റർ 6-ൻ്റെ ചെറിയൊരു തുടർച്ചയാണ് ചാപ്റ്റർ 7. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയെടുക്കാം. ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആദ്യമായി എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നു, അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് കറൻറ്റും എന്താണെന്ന് പറയുന്നു, അവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും എങ്ങനെയാണെന്ന് പറയുന്നു. നോക്കാം നമുക്ക്. ആദ്യമായി എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? നമുക്കറിയാവുന്നത് തന്നെയാണ്, ഏതെങ്കിലും ഒരു കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂവസ് ആയിട്ട് മാറുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ പീരിയോഡിക് ആയിട്ട് മാറുന്നു എങ്കിൽ അത്തരത്തിലുള്ള കറണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കറന്റ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് കണ്ടിന്യൂവസ്ലി വിത്ത് ടൈം ആൻഡ് ഡയറക്ഷൻ റിവേഴ്സ് പീരിയോഡിക്കലി. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു കറണ്ട് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് കണ്ടിന്യൂവസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ചെറിയൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കുക,
ടൈം നമ്മൾ എക്സ് ആക്സിസിലും കറൻറ്റ് നമ്മൾ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഒറിജിൻ. ഈ ഗ്രാഫ്, അതായത് സൈൻ വേവ് പോലെ ഇരിക്കുന്ന ഗ്രാഫാണ് എന്തിൻ്റെ റെപ്രസെൻറ്റേഷൻ? ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, സമയം കൂടുന്നതിനനുസരിച്ച് കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂവസ് ആയിട്ടാണ് മാറുന്നത്. അതായത് ഒറ്റയടിക്ക് ഇപ്പോൾ 0യിൽ നിന്ന് 1 ആംപിയറിലേക്ക് ഒറ്റയടിക്ക് പോകില്ല, വളരെ കണ്ടിന്യൂവസ് ആയിട്ട് 0യിൽ നിന്ന് 0.1, 0.2, 0.3, 0.4 അങ്ങനെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനെ കണ്ടിന്യൂവസ് ആയിട്ടാണ് പോകുന്നത്, ഒരു ബ്രേക്കും ഇല്ലാതെ ഒറ്റ ചാട്ടത്തിന് 1 ആംപിയറിലേക്ക് എത്താതെ കണ്ടിന്യൂവസ് ആയിട്ടാണ് അവിടെയുള്ള കറൻറ്റ് മാറുന്നത്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂവസ് ആയിട്ടാണ് മാറുന്നത്. അതൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ മാക്സിമത്തിലേക്ക് എത്തുന്നു. പിന്നീട് അത് ഒരു T/2 സമയം, മുഴുവൻ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് ക്യാപിറ്റൽ T. അപ്പോൾ T/2 അതിൻ്റെ പകുതി സമയമാകുമ്പോൾ വീണ്ടും അത് 0 ആകുന്നു. പിന്നീട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. 0 മുതൽ T/2 വരെ പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ T/2 മുതൽ ക്യാപിറ്റൽ T വരെ സമയമാണ് പറയുന്നത്, ക്യാപിറ്റൽ T വരെ അതിന് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഓരോ T/2 സമയം കഴിയുമ്പോഴും അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, മാറുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് റിവേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ്. നേരെ റിവേഴ്സ് ആകുന്നു. പോസിറ്റീവ് എന്നുള്ളത് ഒറ്റയടിക്ക് എന്തായി മാറുന്നു? നെഗറ്റീവായിട്ട് മാറുന്നു. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമയത്തിനനുസരിച്ച് കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂവസ് ആയിട്ട് മാറുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ആ കറൻറ്റിനെ കണ്ണടച്ച് എന്ത് പറയാം? ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ കറൻറ്റ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് കണ്ടിന്യൂവസ്ലി വിത്ത് ടൈം ആൻഡ് ഡയറക്ഷൻ റിവേഴ്സ് പീരിയോഡിക്കലി. ഇതിന്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് നേരെ വിപരീതമാണ് ഡയറക്റ്റ് കറൻറ്റ്. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ കറൻറ്റ് വിച്ച് ഫ്ലോസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് കറൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇത് ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് ആണ് AC, ഇത് ഡയറക്റ്റ് കറൻ്റ് ആണ് DC. ഇവിടെയും ഇതേപോലെ തന്നെ ടൈം നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു, കറൻറ്റ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഈ മുകളിൽ കാണുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഡയറക്റ്റ് കറൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഒറ്റൊരു മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, പക്ഷേ ഇവിടെ ഡയറക്ഷൻ മാറുന്നില്ല. ഒരേ മാഗ്നിറ്റ്യൂഡിൽ ഒരേ ഡയറക്ഷനിൽ പോകുന്ന കറൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് കറൻറ്റ്. ഇനി ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് AC ജനറേറ്റർ ആണ്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് AC ജനറേറ്റർ. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് കറൻറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള സെല്ലുകൾ, അതല്ലെങ്കിൽ ബാറ്ററി, ഒന്നിലധികം സെല്ലുകളെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററിയായി. ആ ബാറ്ററിയാണ് നമ്മുടെ ഡയറക്റ്റ് കറൻറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബാറ്ററിയിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറൻറ്റ് ഡയറക്റ്റ് കറൻറ്റാണ്. ഒരു AC ജനറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറൻറ്റ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഗ്രാഫ്, ഡയറക്റ്റ് കറൻറ്റിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഗ്രാഫ്, ഇത്രയുമാണ് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റിംഗ് EMFൻ്റെയും ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാം. ഇക്വേഷൻസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് EMF. ഓൾട്ടർനേറ്റിംഗ് EMFന് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതായിരുന്നു: E = E0 sin ωt. AC ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ 6ാമത്തെ ചാപ്റ്ററിലായിരുന്നു AC ജനറേറ്റർ. ആ ടോപ്പിക്കിൽ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ കുറിച്ചും ഓൾട്ടർനേറ്റിംഗ് EMFനെ കുറിച്ചും പഠിച്ചിരുന്നു. 2 ആളുകൾക്കും 2 ഇക്വേഷൻസ് നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ ഇക്വേഷൻസ് തന്നെയാണ് ഒരിക്കൽ കൂടി എഴുതിയിരിക്കുന്നത്. അതിലെ ഓരോ ടേമുകളും നമുക്ക് എന്താണെന്ന് ഒന്ന് ഓർത്തെടുക്കാം. നോക്കുക, E = E0 sin ωt എന്നുള്ളതായിരുന്നു ഓൾട്ടർനേറ്റിംഗ് EMFന് ഉണ്ടായിരുന്ന ഇക്വേഷൻ. I = I0 sin ωt എന്നുള്ളതായിരുന്നു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഇക്വേഷൻ. അതിൽ ഓരോ ടേമുകളും എന്തൊക്കെയാണ്? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF അറ്റ് എനി ഇൻസ്റ്റൻറ്റ് T. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇവിടെയുള്ള EMF, ഓൾട്ടർനേറ്റിംഗ് EMF സമയത്തിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ല ഒരല്പം കഴിയുമ്പോൾ ഉണ്ടാവുക, അതായിരിക്കില്ല പിന്നീട് കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ. സമയത്തിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറുന്നുണ്ട്.
ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയം എടുക്കാം, ഒരു 10 o'clock ഒന്ന് എടുക്കുക. 10 o'clockന് ആ ഇ എം എഫിൻ്റെ വാല്യൂ എത്രയാണ്? അതായിരിക്കില്ല ഒരു പക്ഷേ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് ഒരു നിശ്ചിത സമയത്ത് ഉള്ള ഇ എം എഫിൻ്റെ വാല്യൂ ആണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ സമയം കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടി എന്ന് പറയുന്ന സമയത്ത് ആ ഇ എം എഫിൻ്റെ വാല്യൂ ആണ് ആ ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ്. ഇ ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി. ഒരിക്കലും ഒരു ടൈം ഇൻ്റർവെല് നമ്മൾ എടുക്കുകയില്ല. 10 മണി മുതൽ 10:05 വരെ. അപ്പോൾ അതൊരു ടൈം ഇൻ്റർവെല്ലായി. അതൊരിക്കലും എടുക്കരുത്. ടൈം ഇൻ്റർവെൽ ഇറ്റ് ഈസ് അപ്രോച്ചിങ് ടു 0. ഒരു സമയത്ത് 10 o'clockന് അല്ലെങ്കിൽ 10:05 അതും അല്ലെങ്കിൽ 10:30 അതും അല്ലെങ്കിൽ 11 മണിക്ക് കൃത്യമായിട്ട് ഒറ്റ സമയമേ പറയാൻ പാടുള്ളൂ. അതാണ് ആ ഇൻസ്റ്റൻറ്റ്. ആ ഇൻസ്റ്റൻറ്റിൽ ഉള്ള ഇ എം എഫിൻ്റെ വാല്യൂ ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ്. അതാണ് നമ്മുടെ ആദ്യത്തെ ടേം ഇ എന്ന് പറയുന്നത്. E0 നമുക്ക് എല്ലാവർക്കും അറിയാം മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ആണ്. ആ ഇ എം എഫിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ. E0 ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ്. അതിനൊരു ഇക്വേഷനും ഉണ്ടായിരുന്നു. E0 ഇസ് ഈക്വൽ ടു BAN ഒമേഗ. അതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ജനറേറ്ററിലെ ആർമേച്ചറിൻ്റെ ഏരിയ ആയിരുന്നു. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ തിരിയുന്ന ആംഗുലർ വെലോസിറ്റിയുമാണ്. ഇനി നമുക്ക് ഒമേഗ ടി, അതായത് ഇ കഴിഞ്ഞു, E0 കഴിഞ്ഞു. സൈൻ എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കാം. അതായത് നമുക്കറിയാവുന്നതുപോലെ ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു, ഇവിടെ ഒമേഗ ടിയിലെ ടീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് വരും? ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ് എന്ത്? ആംഗുലർ വെലോസിറ്റി. ഒരിക്കൽ കൂടി പറയാം, ഇതിലുള്ള ഈ ടീനെ, സ്മോൾ ലെറ്റർ ടീനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി ആണ്. അതിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിവൈഡഡ് ബൈ ടി ഉണ്ടെങ്കിൽ അത് ടൈമുമാണ്. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി ഓർ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി. ഈ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി ഒമേഗയെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ആംഗുലർ വെലോസിറ്റിയാണ്. ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി. ചില സമയങ്ങളിൽ ഒമേഗ എന്ന് പറയുന്ന ഈ ഒരു സിമ്പലിനെ നമ്മൾ ആംഗുലർ ഫ്രീക്വൻസിയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ബാർ ഇട്ടിട്ട് ആംഗുലർ ഫ്രീക്വൻസി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫിനെ കുറിച്ച് പറയാനുള്ളത്. ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ്. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ്. ഒമേഗ ടി മൊത്തത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, തീറ്റയാണ്. ഒമേഗനെ മാത്രം എടുക്കുകയാണെങ്കിൽ അത് ആംഗുലർ വെലോസിറ്റിയാണ്. ചില അവസരങ്ങളിൽ ഒമേഗ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ടിനെയും ഡീൽ ചെയ്യാം. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി. ഒരു നിശ്ചിത സമയത്ത് ഉള്ള കറണ്ടിൻ്റെ വാല്യൂ. കറണ്ടും ഇ എം എഫിൻ്റെ പോലെ തന്നെ സൈൻ വേവ് പോലെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. അതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് റിവേഴ്സ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കറണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. അതിൽ I എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റിൽ ഉള്ള കറണ്ടിൻ്റെ വാല്യൂ. I0 എന്ന് പറയുന്നത് എന്തായിരുന്നു? മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. I0 ഈസ് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് E0 ഡിവൈഡഡ് ബൈ R. അതിൽ E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ആണ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അതാണ് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഇക്വേഷൻസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫും പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫിനുള്ള ഇക്വേഷൻ, ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനുള്ള ഇക്വേഷൻ.